So, good evening to all of you. Class recording ilana. നാളെ മോർണിംഗ് നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യും. യെസ്, അപ്പോൾ ഇനി കൂടുതലാരും വരും തോന്നുന്നില്ല. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ സമയത്ത് നിന്ന് 7 മിനിറ്റ് വൈകിയിട്ടുണ്ട്. സോ adverb is, we know that it's something that say or that tell about the action, how the action is completed. അപ്പോൾ എങ്ങനെ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്ന വാക്കോ വാക്യാംശമോ ഒക്കെയാണ് ആഡ്വർബായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഡ്വർബിൻ്റെ ആഡ്വർബിൻ്റെ കുറേ കാറ്റഗറിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആഡ്വർബ് ഓഫ് പ്ലേസ് പറയുകയുണ്ടായി, ആഡ്വർബ് ഓഫ് ടൈം പറയുകയുണ്ടായി, ആഡ്വർബ് ഓഫ് റീസണും പറയുകയുണ്ടായി. അതായത് ഇപ്പോൾ നമ്മൾ സ്ഥലം കാണിക്കുന്ന വാക്കുകൾ, ഇപ്പോൾ സ്ഥലം കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഹിയർ, HERE ഹിയർ, ഇവിടെ, THERE there അവിടെ. ഇങ്ങനെ പറയുന്ന വാക്കുകൾ മുഴുവൻ, ഓർ ഇൻ ദ ഓഫീസ്, ഇൻ മൈ റൂം, ഇൻ മൈ ഹൗസ്, ഇങ്ങനെ പറയുന്ന ഭാഗങ്ങൾ മുഴുവൻ ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. ആഡ്വർബ് ഓഫ് പ്ലേസ്. ഇതേസമയം സമയം കാണിക്കുന്ന ആഡ്വർബുകളുണ്ട്, അവയെ പറയുന്ന പേരാണ് ആഡ്വർബ് ഓഫ് ടൈം. ആഡ്വർബ് ഓഫ് ടൈം. അതിന് എക്സാമ്പിളാണ് നൗ, NOW, നൗ ഇപ്പോൾ, THEN then അപ്പോൾ, ടുമോറോ നാളെ, ടുഡേ ഇന്ന്, യെസ്റ്റർഡേ ഇന്നലെ, ലാസ്റ്റ് ഡേ കഴിഞ്ഞ ദിവസം, ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി, അങ്ങനെ അതുപോലെ തന്നെ എവരിഡേ. ഈ വാക്കുകൾ മുഴുവൻ ആഡ്വർബ് ഓഫ് ടൈമാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്ന ഭാഗം കഴിഞ്ഞ് ചാപ്റ്റർ ആരംഭിക്കുന്ന ആ പേജ് മുതൽ മൂന്നാമത്തെ പേജ്, ചാപ്റ്റർ ആരംഭിക്കുന്ന ആ പേജ് എണ്ണിക്കൊണ്ട് തന്നെ മൂന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് അവിടെ 7 കാറ്റഗറി കാണാൻ പറ്റും. ആഡ്വർബ് ഓഫ് ടൈം, ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി, ആഡ്വർബ്സ് ഓഫ് പ്ലേസ്, ആഡ്വർബ്സ് ഓഫ് മാനർ, ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി, ആഡ്വർബ്സ് ഓഫ് അഫർമേഷൻ ഓർ നിഗേഷൻ ആൻഡ് ആഡ്വർബ്സ് ഓഫ് റീസൺ. കണ്ടോ ബുക്കുകളിലെല്ലാവരും? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ ആഡ്വർബ് എന്ന ചാപ്റ്റർ 4 ആഡ്വർബ് എന്ന ചാപ്റ്റർ ആരംഭിക്കുന്ന ആ പേജ് മുതൽ 3 വരെ എണ്ണാം. മൂന്നാമത്തെ പേജിൽ മുകളിലായിട്ട് കാണാൻ കഴിയും കാറ്റഗറി. ഇതാണ് ആഡ്വർബ് ഓഫ് ടൈം. അതിൻ്റെ എക്സാമ്പിളാണ് അവിടെ നിങ്ങൾ കാണുന്നത്. ഏതൊക്കെയാണ് കണ്ടോ എല്ലാവരും? ഒന്ന് തമ്പിൻ പ്രശ്നം വിടൂ, കണ്ടു കഴിഞ്ഞുവെങ്കിൽ ബുക്കുകളെല്ലാവരും. ഓക്കെ, ഇനി ബുക്ക് ഇല്ലാത്തവർ ഉദ്ദേശിച്ച് ഞാൻ ആ വാക്കുകൾ പറയുന്നുണ്ട്. ബുക്ക് ഇല്ലാത്തവർ ലെക്ചർ നോട്ടിൽ ഞാൻ പറയുമ്പോൾ തന്നെ ആ വാക്കുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യും. ബുക്ക് ഇല്ലാത്തൊരു ഫീലിംഗ് ഒരു പരിധി വരെ ഒഴിവാക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആഡ്വർബ് ഓഫ് ടൈം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ആദ്യം പറഞ്ഞ അത് തന്നെയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ടെസ്റ്റ് യൂസ് ചെയ്യാതെ ജനറലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇന്ന് നമ്മൾ ടെസ്റ്റിലുള്ള കാര്യം ഓരോന്നായിട്ട് മനസ്സിലാക്കുകയാണ്. ആഡ്വർബ് ഓഫ് ടൈം, ഇതിൽ വരുന്നത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ അവിടെ എക്സാമ്പിൾ കാണാം ബ്രാക്കറ്റിൽ. ഒന്നാമത് വരുന്ന വാക്കാണ് നൗ, NOW. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ ലെക്ചർ നോട്ടിൽ ആഡ്വർബ് ഓഫ് ടൈം എന്നൊരു ഹെഡിങ് ചെയ്ത ശേഷം അതിന് താഴേക്ക് എഴുതിക്കോളൂ നൗ, NOW, നൗ. നൗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നാണ് അർത്ഥം. അതുപോലെ ദെൻ, THEN ദെൻ, THEN ദെൻ എന്നതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ദെൻ എന്നാണ്. ദെൻ അപ്പോൾ, ദെൻ അപ്പോൾ. അടുത്ത പേരാണ് എവ്രി ഡേ. ഇതിൻ്റെ സ്പെല്ലിങ് ആവശ്യം വരില്ല, കാരണം പാൽപ്പൊടീൻ്റെ പേരായതുകൊണ്ട് ഏറെക്കുറെ സ്പെല്ലിങ് നമുക്ക് കാണാതെ അറിയാനുള്ള ചാൻസ് ഉണ്ട്. എവ്രി ഡേ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും. ഇനി അർത്ഥമായിട്ട് പാൽപ്പൊടീൻ്റെ പേര് എഴുതി വെക്കരുത് കേട്ടോ. ഇതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും എന്നാണ്, എവ്രി ഡേ. ഇനി അടുത്തതാണ് യെസ്റ്റർഡേ. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇംഗ്ലീഷ് സ്പെല്ലിംഗ് പറയാം YESTERDAY, യെസ്റ്റർഡേ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളാണ് പ്രധാനമായിട്ടും നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതായ വാക്കുകളാണ്. ഈ വാക്കുകൾ നമുക്ക് അറിഞ്ഞേ പറ്റൂ. ഈ വാക്കുകളൊക്കെ തന്നെ ആഡ്വർബ് ഓഫ് ടൈമാണ്. മനസ്സിലാക്കുക. ഓക്കെ, ദെൻ കംസ് രണ്ടാമത്തെ കാറ്റഗറി
ഇനി ബുക്കുള്ളവർക്ക് എഴുതി വെക്കട്ടോ, ഞാൻ ബുക്കുള്ളവരെ മാറ്റി നിർത്തല്ല. ബുക്കുള്ളവർക്ക് ബുക്കിൽ നോക്കിയാണ്ട് ആ ഭാഗം ലെക്ചർ നോട്ടിൽ എഴുതാം. ബുക്കില്ലാത്തവർ പിന്നെ ഞാൻ പറഞ്ഞത് കേട്ട് എഴുതേണ്ടി വരും. ഇംഗ്ലീഷിലെ പേജ് നമ്പർ ഈ 6 ബുക്കിലും 6 പേജാണ്. അതുകൊണ്ട് ഞാൻ ചാപ്റ്റർ ആരംഭിക്കുന്ന ആ പേജ് അവിടെ നിന്ന് ഇങ്ങോട്ട് 1, 2, 3 3rd പേജിലാണ് വരുന്നത് കേട്ടോ. കാരണം ഇതിൽ നമുക്ക് 6 പേജ് പറയേണ്ടി വരും കേട്ടോ, കാരണം പല ബുക്കിലും പല പേജാണ് വരുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മോണ്ടിസോറി മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ പേജ് 223 ആണ്, അഥവാ 223 ഓക്കെ. ഇനി അടുത്തതാണ് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന വേർഡ് ഞാൻ കേൾക്കുമ്പോൾ തന്നെ പടച്ചോനെ ഫിസിക്സ് ഇതാ വരുന്നത്. 10ാം ക്ലാസ്സിൽ പേടിച്ചുകാണ്ട് ഉപയോഗിച്ച വിഷയമാണത്. ഫ്രീക്വൻസി പേടിക്കണ്ട. നമ്മൾ ആവർത്തിച്ചുകാണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആവർത്തനത്തിന് കാണിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം, പല പ്രാവശ്യം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ആവർത്തനത്തെ കാണിക്കുന്ന മലയാളത്തിലുള്ള ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ആണെന്ന് മനസ്സിലാക്കുക. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ എക്സാമ്പിൾ എഴുതി വെച്ചോളൂ. ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി FREQUENCY. FREQUENCY ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി എന്നതിന് താഴെ എഴുതി വെക്കുക ട്വൈസ്. TWICE ട്വൈസ്. ട്വൈസ് എന്ന് പറഞ്ഞ 2 പ്രാവശ്യം. അപ്പം നിങ്ങൾക്ക് പറയാം I take bath twice daily. ഞാൻ ദിവസേന 2 പ്രാവശ്യം കുളിക്കാറുണ്ട്. അവിടെ ദിവസേന എന്ന് പറഞ്ഞ ഡെയിലി എന്ന വാക്ക് ആഡ്വർബ് ഓഫ് ടൈമാണ്. ഇനി ട്വൈസ് 2 പ്രാവശ്യം എന്ന് പറയുന്ന ട്വൈസ് എന്ന വാക്ക് ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ട്വൈസ് 2 പ്രാവശ്യം. അതുപോലെ വേറൊരു വാക്ക്, ബുക്കിൽ ഇല്ലാത്തൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം, അതെല്ലാവരും എഴുതിക്കോളൂ. ത്രൈസ് 3 പ്രാവശ്യം. ത്രൈസ് THRICE ത്രൈസ് 3 പ്രാവശ്യം. ഓക്കെ. യെസ്. ഐ ടേക്ക് മെഡിസിൻ ത്രൈസ് ഡെയിലി. ഞാൻ ദിവസം 3 പ്രാവശ്യം മെഡിസിൻ ഉപയോഗിക്കാറുണ്ട്. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ വാക്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കാം. അപ്പോൾ വാക്യങ്ങൾ ഉണ്ടാക്കുകയും വേണം. ലാംഗ്വേജ് പഠിയുള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വേർഡ് ഓഫ്റ്റൻ. അത് ഓഫ്റ്റൻ തന്നെ ഉച്ചരിക്കണം കേട്ടോ. ഓഫൺ എന്നൊക്കെ മുമ്പ് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഓഫ്റ്റൻ ആണ്. ഓഫ്റ്റൻ മിക്കപ്പോഴും, മിക്ക സമയങ്ങളിലും. ഓഫ്റ്റൻ. ഹീ കംസ് ടു മൈ ഹൗസ് ഓഫ്റ്റൻ. അദ്ദേഹം മിക്കപ്പോഴും എൻ്റെ വീട്ടിൽ വരാറുണ്ട്. മൈ ഫാദർ കംസ് ടു മൈ ഹൗസ് ഓഫ്റ്റൻ. നമ്മളെ കല്യാണം കഴിപ്പിച്ച ആഴ്ച വീട്ടിലേക്ക് നമ്മുടെ ഫാദർ മിക്കപ്പോഴും വരാറുണ്ട്. ഓൾവേസ്. അടുത്ത വാക്കാണ് ഓൾവേസ്. ALWAYS. ഓൾവേസ്, എല്ലായ്പ്പോഴും. ഷീ ഈസ് ഓൾവേസ് ക്രൈങ്. അവൾ എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഇതൊരു ആവർത്തനം കാണിക്കുന്ന വാക്ക് തന്നെയാണ്. സോ ഓൾവേസും ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസിയാണ്. ആവർത്തനം കാണിക്കുന്ന ആഡ്വർബാണ്. ഷീ ഈസ് ഓൾവേസ് ക്രൈങ്. അവൾ എല്ലായ്പ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഓൾവേസ് ക്രൈങ്. ഓൾവേസ്. അടുത്ത വേർഡ് നെവർ. ഒരിക്കലും. ഷീ നെവർ സ്പീക്സ് ലൈ. അവൾ ഒരിക്കലും നുണ പറയാറില്ല. ഷീ നെവർ ടെൽ ലൈസ്. അവൾ ഒരിക്കലും നുണ പറയാറില്ല. നെവർ ഒരു നെഗറ്റീവായ വേർഡാണ്. നെവർ ചേർക്കുമ്പോൾ, നെവർ ഒരു വാക്യത്തിൽ എഴുതുമ്പോൾ നോട്ട് ഇല്ലാതെ തന്നെ ആ വാക്യത്തിൻ്റെ അർത്ഥം ഇല്ല, അല്ല എന്നൊക്കെ ആയി മാറുന്നതാണ്. ഷീ നെവർ ടെൽസ് ലൈ. അവൾ ഒരിക്കലും നുണ പറയാറില്ല. ഓക്കെ. നെക്സ്റ്റ് വേർഡാണ് എവർ. എന്നെങ്കിലും. ഇതും റിപ്പീറ്റീഷൻ, ആവർത്തനം കാണിക്കുന്ന ഫ്രീക്വൻസി, ആവർത്തനം കാണിക്കുന്ന ആഡ്വർബാണ്. എന്ത്? എവർ. എന്നെങ്കിലും. എവർ. നമുക്ക് ചോദിക്കാം, എന്താണ്? ഹാവ് യു എവർ വിസിറ്റഡ് സൂ? ഹാവ് യു എവർ
വിസിറ്റഡ് സൂ. നമ്മൾ ചോദിക്കണം ഫ്രണ്ടിനോട്, എടി ഇവിടെ ഇജ് എന്തെങ്കിലും കാഴ്ച ബംഗ്ലാവ് പോയിട്ടുണ്ടോ? ഹാവ് യു എവർ ഗോൺ ഓർ ഹാവ് യു എവർ ബീൻ ഓർ ഹാവ് യു എവർ വിസിറ്റഡ് ദ സൂ? എവർ എന്നെങ്കിലും. ഹാവ് യു എവർ ഗോൺ ടു ഗൾഫ് കൺട്രീസ് ഓർ ഹാവ് യു എവർ വിസിറ്റഡ് ഗൾഫ് കൺട്രീസ്? നീ എന്തെങ്കിലും ഗൾഫ് കൺട്രിയിൽ പോയിട്ടുണ്ടോ? ഓക്കെ, ഇങ്ങനെ നമുക്ക് എക്സാമ്പിൾ പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി ഏകദേശം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവുകയാണ്. അടുത്ത കാറ്റഗറിയാണ് ആഡ്വർബ് ഓഫ് പ്ലേസ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ നിർബന്ധമായിട്ടും ലെക്ചർ നോട്ടിൽ എഴുതി വെച്ചോളൂ. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരും നിർബന്ധമായിട്ടും എഴുതിക്കോളൂ, കാരണം എഴുതുമ്പോൾ കൂടുതൽ പഠിയും കേട്ടോ. ആഡ്വർബ്സ് ഓഫ് പ്ലേസ്, PLACE. ആഡ്വർബ് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം കാണിക്കുന്ന ആഡ്വർബുകൾ, സ്ഥലത്തെ സൂചിപ്പിക്കുന്ന ആഡ്വർബുകൾ. മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം അറിയാത്തൊരു ബ്രാക്കറ്റിൽ അങ്ങനെ കൂടി എഴുതി വെച്ചോളൂ. നമ്മുടെ പഠനത്തിന് നല്ല ഒരു ഇമ്പം കൂടി വരും. ഓക്കെ, യെസ്. പിന്നെ ആഡ്വർബ്സ് ഓഫ് പ്ലേസ്, ആ വാക്കാണ് നമ്മൾ ആദ്യ വാക്കാണ്. പിന്നെ എവ്രി വേർഡ്, EVERY, WHERE, എവ്രി വേർഡ്. ഏറെക്കുറെ അർത്ഥം ഏറെക്കുറെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കായതുകൊണ്ട് ഞാൻ സ്പെല്ലിംഗ് വേഗം പറഞ്ഞു പോയത്. പിന്നെ എവ്രി വേർഡ്, എല്ലായിടത്തും. എവ്രി വേർഡ്, എല്ലായിടത്തും. ഐ സെർച്ച്ഡ് ഹിം എവ്രിവേർ, ഞാൻ അവനെ എല്ലായിടത്തും തിരക്കി, എല്ലായിടത്തും തിരഞ്ഞു. ഐ സെർച്ച്ഡ് മൈ ലോസ്റ്റ് റിംഗ് എവ്രിവേർ, എൻ്റെ കാണാതായി പോയ ആ ഒരു മോതിരം ഞാൻ എല്ലായിടത്തും തിരഞ്ഞു നോക്കി. ഓക്കെ, ഐ സെർച്ച്ഡ്, SEAR, സെർച്ച്ഡ്. ഐ സെർച്ച്ഡ് എവ്രിവേർ, എല്ലായിടത്തും. അടുത്ത വാക്കാണ് ഔട്ട്സൈഡ്, പുറത്ത്. ഔട്ട്സൈഡ്, പുറത്ത്. ഡിഡ് യു സീ എനിത്തിങ് ഔട്ട്സൈഡ്? നീ പുറത്ത് എന്തെങ്കിലും കണ്ടോ? ഡിഡ് യു സീ എനിത്തിങ് ഔട്ട്സൈഡ്? നീ പുറത്ത് എന്തെങ്കിലും കണ്ടോ? ഡിഡ് യു സീ എനിത്തിങ് ഔട്ട്സൈഡ്? ഔട്ട്സൈഡ്, പുറത്ത്. ഇനി അടുത്ത വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കാണ് there, 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 ഇവിടെ. there, ഇവിടെ. ഇതൊക്കെ ആഡ്വർബ് ഓഫ് പ്ലേസ് ആണ്. ഇനി അടുത്തതാണ് ഹിയർ. there എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല, അവിടെ കേട്ടോ. there അർത്ഥം അവിടെ എന്നാണ്. there, അവിടെ. ഹിയർ, ഇവിടെ. there, അവിടെ. പിന്നെ ഹിയർ, ഇവിടെ. ഹിയ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ആഡ്വർബ് ഓഫ് കാറ്റഗറി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന 4ാമത്തെ കാറ്റഗറിയാണ് ആഡ്വർബ്സ് ഓഫ് മാനർ. ആഡ്വർബ്സ് ഓഫ് മാനർ അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത രീതിയെ കാണിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ആഡ്വർബ് ഓഫ് മാനർ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരി വളരെ വിഡ്ഢിത്തരം നിറഞ്ഞ രീതിയിലാണ് അവൾ പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഷീ ബിഹേവ്ഡ് സ്റ്റുപ്പിഡ്ലി. അവൾ വിഡ്ഢി എന്ന പോലെയാണ് പെരുമാറിയത്. ഷീ ബിഹേവ്ഡ് സ്റ്റുപ്പിഡ്ലി. അപ്പോൾ സ്റ്റുപ്പിഡ്ലി, STUPIDLY, സ്റ്റുപ്പിഡ്ലി മീൻസ് വിഡ്ഢി എന്ന പോലെ, വിഡ്ഢിത്തരം നിറഞ്ഞ രീതിയിൽ. വിഡ്ഢി എന്ന പോലെ നിരീച്ചോളൂ, അതാണ് കൂടുതലായി യൂസ് ചെയ്യുന്ന അർത്ഥം. കണ്ടോ, ഇതൊക്കെ ചെയ്ത ഒരു രീതി കാണിക്കുന്ന വാക്കാണ്. അതുപോലെ ബ്യൂട്ടിഫുള്ളി, മനോഹരമായിട്ട്. യേശുദാസ് സാങ് ദ സോങ് ബ്യൂട്ടിഫുള്ളി. യേശുദാസ് ആ പാട്ട് മനോഹരമായി പാടി. ഓക്കെ, ബ്യൂട്ടിഫുള്ളി, മനോഹരമായിട്ട്. നെക്സ്റ്റ് വേർഡാണ് മെലോഡിയസ്ലി. മെലോഡിയസ്ലി മീൻസ് താളാത്മകമായി. യേശുദാസ് സാങ് ദ സോങ് മെലോഡിയസ്ലി. യേശുദാസ് ആ പാട്ട് താളാത്മകമായിട്ട് പാടി, താളത്തോടു കൂടി പാടി. ഓക്കെ, ഇതൊക്കെ ആഡ്വർബ് ഓഫ് മാനറാണ്. ഒരുപാട് വാക്കുകൾ ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഇംഗ്ലീഷ് വൈഡായിട്ട് വായിക്കുമ്പോൾ നിങ്ങളെ വായനയിൽ അങ്ങനെയുള്ള വാക്കുകളൊക്കെ വെളിപ്പെടും. ശരിക്കും നോക്കി മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത 5ാമത്തെ കാറ്റഗറിയാണ് ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി. ഡിഗ്രി കാണിക്കുന്ന. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയുക, തീഷ്ണത, ഇൻറ്റൻസിറ്റിയാണ്.
അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന രീതിയിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, അങ്ങനെ പറയുന്ന വാക്കുകളാണ് ഓൾമോസ്റ്റ്, മിക്കവാറും. ഓൾമോസ്റ്റ്, മിക്കവാറും. ഐ ഡിഡ് ഓൾമോസ്റ്റ് ഓഫ് മൈ ഹോംവർക്ക്. എൻ്റെ ഹോംവർക്കിൽ മിക്കവാറും വർക്കുകൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഐ ഫിനിഷ്ഡ് ഓൾമോസ്റ്റ് ഓഫ് മൈ ഹോംവർക്ക്. ഐ അറ്റൻഡ് ഓൾമോസ്റ്റ് ഓഫ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. മിക്കവാറും എല്ലാ ചോദ്യങ്ങളും ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഓൾമോസ്റ്റ്, മിക്കവാറും. റാദർ, അടുത്ത വാക്കാണ് റാദർ. റാദറും ആഡ്വർബ്സ് ഓഫ് ഡിഗ്രി കാണിക്കുന്ന വാക്കാണ് റാദർ, ഏറെക്കുറെ. റാദർ, ഏറെക്കുറെ. യുവർ സ്റ്റോറി ഈസ് റാദർ അൺഇൻട്രസ്റ്റിംഗ്. റാദർ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവായ വാക്കാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ രസമില്ലാത്ത കാര്യങ്ങൾ ഏറെക്കുറെ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് റാദർ. യുവർ സ്റ്റോറി ഈസ് റാദർ അൺഇൻട്രസ്റ്റിംഗ്. നിന്റെ കഥ ഏറെക്കുറെ ബോറടിപ്പിക്കുന്നതാണ്, രസകരമല്ല. ഓക്കെ, ഇനി പോസിറ്റീവ്, ഈ ഏറെക്കുറെ എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഫെയർലി. അതുമാണെങ്കിൽ ഇത് ചോളൂ, ഫെയർലി. അർത്ഥം ഏറെക്കുറെയാണ്, പക്ഷെ പോസിറ്റീവായിട്ടുള്ള വാക്കാണ്. എങ്ങനെ? യുവർ സ്റ്റോറി ഈസ് ഫെയർലി ഇൻട്രസ്റ്റിംഗ്. നിന്റെ കഥ ഏറെക്കുറെ രസകരമാണ്. എന്നാൽ രസകരമല്ലാത്തതാണെങ്കിൽ അവിടെ ഫെയർലി പറ്റില്ല, റാദർ വേണം. യുവർ സ്റ്റോറി ഈസ് റാദർ അൺഇൻട്രസ്റ്റിംഗ്. കണ്ടോ, ഫെയർലി എന്ന വാക്കിൻ്റെയും റാദർ എന്ന വാക്കിൻ്റെയും അർത്ഥം സെയിമാണ്, പക്ഷെ ഉപയോഗം രണ്ടും വ്യത്യസ്തമാണ് കേട്ടോ. നിങ്ങളിൽ കൂടുതലായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു പുസ്തകം ഒരു ബുക്കിൻ്റെ പേര് പറഞ്ഞുതരാം. ആ ബുക്ക് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ സംഘടിപ്പിച്ച് വായിച്ചോളൂ. റെഫറൻസ് ബുക്കാണ്, ഇംഗ്ലീഷ് ബുക്കാണ്, മലയാളത്തിൽ ഉണ്ടാവില്ല. മൈക്കൽ സ്വാൻ എന്ന ഇംഗ്ലീഷ് ലിംഗ്വിസ്റ്റ്, ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതൻ, ഇംഗ്ലീഷ് ഭാഷാ ശാസ്ത്രജ്ഞൻ മൈക്കൽ സ്വാൻ. BA ഇംഗ്ലീഷ് പഠിച്ചവർ ഈ പ്ലാറ്റ്ഫോമിലുണ്ടെങ്കിൽ അവർ മൈക്കൽ സ്വാനിനെ ഒക്കെ പരിചയം ഉണ്ടാവും. അദ്ദേഹത്തെ കാണാതെ ആ സെക്കൻഡ് ഇയർ ഒന്നും ഇങ്ങോട്ട് കയറി പോരാൻ പറ്റൂല. മൈക്കൽ സ്വാൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്. മോഡേൺ ഇംഗ്ലീഷ് യൂസേജ് എൻ്റെ കയ്യിലുണ്ട് ആ ബുക്ക്. എൻ്റെ ഇവിടുത്തെ ലൈബ്രറിയിൽ, എൻ്റെ വീട്ടിൽ ലൈബ്രറിയിൽ ഞാൻ സൂക്ഷിക്കുന്ന റെഫറൻസ് ബുക്കാണ്. പലരും ചോദിച്ചിട്ട് കൊടുക്കാത്തൊരു ബുക്കാണ് മൈക്കൽ സ്വാൻ്റെ ആ ബുക്ക്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്കത് ഭയങ്കര ആവശ്യമാണ്. ഓക്കെ, പിന്നെ ഏറെക്കുറെ പലപ്പോഴായിട്ട് വായിച്ച് ഇപ്പോൾ ഏകദേശം ആ ബുക്കിലുള്ള മൊത്തം കാര്യങ്ങളും ബൈഹട്ടാണെന്ന് പറയാം. 600-ലേറെ പേജ് വരുന്നൊരു ബുക്കാണ് മൈക്കൽ സ്വാൻ്റെ. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റാദറും ഫെയർലിയും അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഡിഫറൻ്റ് യൂസേജുകൾ കാണാൻ കഴിയും. ഒക്കെ നല്ലതാണ്, ഭാഷ പഠിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. ഓക്കെ കേട്ടോ. അപ്പോൾ റെഫറൻസ് എങ്ങനെ ബുക്കുകളൊക്കെ പഠിക്കുന്ന സ്വഭാവമൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു നല്ല ബുക്കാണ് മൈക്കൽ സ്വാൻ എഴുതിയിരിക്കുന്ന മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്. ബുക്കിൻ്റെ പേര് മറക്കണ്ട, മോഡേൺ ഇംഗ്ലീഷ് യൂസേജ്. ഓക്കെ, സോ ഇനി നിയർലി അർത്ഥം ഏകദേശം, മിക്കവാറും പറയട്ടോ. നിയർലി, ഏകദേശം. ഓക്കെ, ഷീ ഈസ് നിയർലി 5 feet ഹൈറ്റ്. ഏതോ ഒരു സ്ത്രീയുടെ കാര്യം പറയുകയാണ്, അവൾ ഏകദേശം 5 അടി ഹൈറ്റ് കാണും. ഓക്കെ, ആൻഡ് ഹീ ഈസ് നിയർലി 6 feet ഹൈറ്റ്. അയാൾ ഏകദേശം 6 അടി ഹൈറ്റ് കാണും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആഡ്വേർബ്സ് ഓഫ് ഡിഗ്രി പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. എഴുതി നന്നായിട്ട് പഠിക്കുക. ഇത്തരം വാക്കുകൾ വെച്ചുകൊണ്ട് ഉദാഹരണങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാൻ പരിശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ലാംഗ്വേജ് സ്വായത്തമായി കിട്ടുള്ളൂ. ഇനി അടുത്തതാണ്, 6-മത്താണ് ആഡ്വേർബ്സ് ഓഫ് അഫർമേഷൻ ഓർ നിഗേഷൻ. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാനും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാനും. ഈ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയുകയാണ്, നിഗേഷൻ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഈ രണ്ടും പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് ആഡ്വേർബ്സ് ഓഫ് അഫർമേഷൻ ഓർ നിഗേഷൻ എന്ന് പറയുന്നത്. ഷുവർലി, തീർച്ചയായും. ഷുവർലി, തീർച്ചയായും. ഡെഫിനിറ്റ്ലി, തീർച്ചയായും. ഷുവർലി, തീർച്ചയായും. ഡെഫിനിറ്റ്ലിയും അർത്ഥം തീർച്ചയായും. സെർട്ടൻലി, തീർച്ചയായും. 3 ഒരേ അർത്ഥമാണ് കേട്ടോ, ഒരേപോലെ യൂസ് ചെയ്യാം, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സെർട്ടൻലി, തീർച്ചയായും. പോസിറ്റീവ്ലി,
പോസിറ്റീവായിട്ട്. ഓൾവേസ് തിങ്ക് പോസിറ്റീവ്ലി, എല്ലായ്പ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. ഓൾവേസ് ഓർ തിങ്ക് ഓൾവേസ് പോസിറ്റീവ്ലി. തിങ്ക് ഓൾവേസ് പോസിറ്റീവ്ലി. ഓൾവേസ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസിയാണ്. അതേസമയം പോസിറ്റീവ്ലി എന്ന് പറയുന്ന വാക്ക് ആഡ്വർബ് ഓഫ് അഫർമേഷനാണ്. മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്തരം വാക്കുകൾ നന്നായിട്ട് എഴുതി പഠിക്കുക. ഇനി അവസാനത്തെ കാറ്റഗറിയാണ് ആഡ്വർബ്സ് ഓഫ് റീസൺ, കാരണം കാണിക്കുന്ന ആഡ്വർബുകൾ. നമ്മൾ ഒരു കാര്യം ചെയ്തു, പലപ്പോഴും ആ ചെയ്തതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. അങ്ങനെ കാരണം കാണിക്കാൻ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന വാക്കുകളാണ് ആഡ്വർബ്സ് ഓഫ് റീസൺ. ഇതിൽ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് വേർഡാണ് ഹെൻസ്. ഹെൻസിൻ്റെ അർത്ഥം ആയതിനാൽ അല്ലെങ്കിൽ ആയതുകൊണ്ട്. ഹെൻസ് HENCE. ബുക്ക് ഇല്ലാത്തവർ എഴുതിച്ചോളൂ, HENCE. നിങ്ങൾ കൂടുതൽ കാണാത്ത വാക്കായിരിക്കാം അത്. ഹെൻസ് ആയതിനാൽ, ആയതുകൊണ്ട്. നമുക്കങ്ങനെ പറയാം. പിന്നെ ഐ ഹാഡ് എ ഫീവർ ഹെൻസ് ഐ കുഡിൻറ്റ് കം ടു ദ ക്ലാസ്. എനിക്ക് ഫീവർ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓക്കെ, ഹെൻസ് ആയതിനാൽ. ഇനി അതേ അർത്ഥം വരുന്ന വേറൊരു വാക്കാണ് therefore. therefore-ന്റെ അർത്ഥം തന്നെയാണ് ആയതുകൊണ്ട്. therefore ആയതുകൊണ്ട്. ഇനി സിൻസ് സോനർത്ഥം അതുകൊണ്ട്. എല്ലാം ഏറെക്കുറെ ഒരേ വാക്കനാണ് കേട്ടോ. സോ അതുകൊണ്ട്, സിൻസ് ആയതുകൊണ്ട്. സിൻസ് ആയതുകൊണ്ട്. ബിക്കോസും ഫോറും ഒരേ അർത്ഥമാണ്, എന്തുകൊണ്ടെന്നാൽ. ഇവിടെ ഫോറിൻ്റെ അർത്ഥം വേണ്ടി എന്നല്ല, ഇവിടെ ഫോറിൻ്റെ അർത്ഥം എന്തുകൊണ്ടെന്നാൽ എന്നാണ്. കാരണം കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ബിക്കോസ് ആയാലും ഫോർ ആയാലും. രണ്ടിനും അർത്ഥം കോമൺ ആണ്, എന്തുകൊണ്ടെന്നാൽ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആഡ്വർബ് ഓഫ് റീസൺ വരെ 7 കാറ്റഗറി പഠിച്ചു. ഒരുവിധം എല്ലാവരുടെ ഈ നോട്ട്സ് എഴുതി വെച്ചതുണ്ടാവും. നിങ്ങൾ നന്നായിട്ട് എഴുതി വെക്കുക. ഇനി നമുക്ക് ടാസ്കുകൾ, പിന്നെ ഹോംവർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് മുമ്പ് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് നോർമലി ആഡ്വർബുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ആഡ്വർബ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ആഡ്വർബ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയാണ് എന്ത്, നമ്മൾ കാണുന്ന വാക്കിൻ്റെ അവസാനത്തിൽ, അത് അഡ്ജക്റ്റീവ് ആവട്ടെ, നൗൺ ആവട്ടെ, അല്ലെങ്കിൽ വെർബ് ആവട്ടെ, അതിൻ്റെ അവസാനത്തിൽ LY ആഡ് ചെയ്താൽ മതി. അങ്ങനെ അവസാനത്തിൽ ഇങ്ങനെ ചേർക്കപ്പെടുന്ന അക്ഷരങ്ങളെ നമ്മൾ സഫിക്സ് എന്ന് പേര് പറയാറുണ്ട്. സഫിക്സ് എന്ന് പേര് പറയാറുണ്ട്. അപ്പോൾ സഫിക്സ് ആയിട്ട് LY ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ്വർബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം. എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ താഴെ വരുന്ന എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ ഞാൻ പറയുന്ന വാക്കിന് എഴുതി വെച്ചോളൂ. ആദ്യ വാക്യം, ഇറ്റ് ഈസ് എ ഹാർഡ് എക്സസൈസ്. ഇറ്റ് ഈസ് എ ഹാർഡ്, HARD, ഹാർഡ് എക്സസൈസ്. ഇത് വളരെ ഹാർഡായ, കഠിനമേറിയ ഒരു എക്സസൈസ് ആണ്. ഇറ്റ് ഈസ് എ ഹാർഡ് എക്സസൈസ്. ഓക്കെ, എന്നാൽ ഹാർഡ് എന്നതിനർത്ഥം കഠിനമായ എന്നാണ്. ഹാർഡ് ഇവിടെ അഡ്ജക്റ്റീവാണ്. നമുക്ക് ഹാർഡ് എന്ന വേർഡിൻ്റെ അവസാനം LY എന്ന് പറയുന്ന സഫിക്സ് ചേർത്ത് കഴിഞ്ഞാൽ ഹാർഡ്ലി, അതൊരു ആഡ്വർബായിട്ട് മാറും. ഹാർഡ്ലി അർത്ഥം കഷ്ടിച്ച് എന്നാണ്. ഹാർഡ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം കഷ്ടിച്ച്. ബ്രാക്കറ്റിൽ ഒരു ഇല്ലാന്നും കൂടി എഴുതിക്കോളൂ, കാരണം അതൊരു നെവറിനെ പോലെ ഒരു നെഗറ്റീവായ വാക്കാണ്. കഷ്ടിച്ച് ഇല്ല. ഓക്കെ, ഗുഡ് ബുക്സ് ആർ ഹാർഡ്ലി റെഡ് ദീസ് ഡേയ്സ്. എക്സാമ്പിളിൻ്റെ അവിടെ എക്സാമ്പിൾ കാണാൻ പറ്റും. ഗുഡ് ബുക്സ് ആർ ഹാർഡ്ലി റെഡ് ദീസ് ഡേയ്സ്. നല്ല പുസ്തകങ്ങൾ ഇക്കാലങ്ങളിൽ കഷ്ടിച്ച് വായിക്കാറേ ഇല്ല എന്നാണ് വാക്കിൻ്റെ അർത്ഥം. നല്ല പുസ്തകങ്ങൾ ഇക്കാലത്ത് കഷ്ടിച്ച് വായിക്കാറേ ഇല്ല. ഈ പരന്നാൾ പറയാണ് വായിക്കാറേ ഇല്ല. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം, വേറൊരു എക്സാമ്പിൾ പറയാം. ദിസ് ബുക്ക് ഈസ് ഹാർഡ്ലി ഇൻട്രസ്റ്റിംഗ്. ഈ പുസ്തകം കഷ്ടിച്ച് രസകരമല്ല, രസമില്ല ആ ബുക്ക് എന്ന് പറയുന്ന പോലെ ഹാർഡ്ലി. ഇനി അതുപോലെ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഹാപ്പി. ഷീ സീംസ് ഹാപ്പി. അവളെ സന്തോഷവതിയായിട്ട് കാണുന്നു. ഈ ഹാപ്പി എന്ന വേർഡിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഹാപ്പി പിന്നെ അഡ്ജക്റ്റീവായിട്ടും ആഡ്വർബായിട്ടും യൂസ് ചെയ്യാം. എന്നാൽ ഹാപ്പിൻ്റെ കൂടെ ആ വൈ അങ്ങോട്ട് മാറ്റിയിട്ട് ILY ഹാപ്പി, വൈ ഒഴിവാക്കണം,
വൈ അവസാനത്തെ വൈ ഒഴിവാക്കിക്കാണ്ട് ILY ചേർത്ത് കഴിഞ്ഞാൽ ഹാപ്പിലി എന്ന് കിട്ടും. അപ്പോൾ സന്തോഷത്തോടെ എന്നർത്ഥം കിട്ടും. അതൊരു ആഡ് വെർബാണ്. അഥവാ LY നമ്മൾ സഫിക്സായി ചേർത്ത ഒരു ആഡ് വെർബാണ് ഹാപ്പിലി. ദ ക്രിക്കറ്റർ ആൻസേർഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഹാപ്പിലി. ആ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എല്ലാ ചോദ്യങ്ങളോടും അയാൾ സന്തോഷത്തോടെ ഉത്തരം പറഞ്ഞു. ഓക്കെ, യെസ്, കാര്യങ്ങൾ മനസ്സിലാവുണ്ടല്ലോ കേട്ടോ. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ അർത്ഥം കൂടി നിങ്ങൾ എഴുതി വെക്കുന്നത് നന്നായിരിക്കും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ദ ബ്രൈഡ് ലുക്സ് ക്യൂട്ട്. ബ്രൈഡ് ലുക്സ് ക്യൂട്ട്. ആ ബ്രൈഡിനെ കണ്ടാൽ, ആ വരനെ കണ്ടാൽ നല്ല ക്യൂട്ടാണ്, ക്യൂട്ടായിട്ട് കാണപ്പെടുന്നു. ബ്രൈഡ് ക്യൂട്ടായിട്ട് കാണപ്പെടുന്നു. ഇനി അതേസമയം നമുക്ക് ക്യൂട്ടിൻ്റെ കൂടെ LY ചേർത്ത് കഴിഞ്ഞാൽ ക്യൂട്ടായിട്ട് എങ്ങനെ, ദ കാറ്റ് ലുക്ക്ഡ് അറ്റ് മീ ക്യൂട്ട്ലി. വളരെ കർക്കശ്യമായിട്ട് ആ പൂച്ച എന്നെ നോക്കി. ക്യൂട്ട്ലി മീൻസ് കർക്കശ്യമായിട്ട്. അപ്പോൾ ഇത്രയും പഠിക്കുന്നതോട് കൂടിയിട്ട് ആഡ് വെർബ് എന്ന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് നോർമലി നമുക്ക് ആഡ് വെർബുകൾ ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഏതൊരു വേർഡിൻ്റെ അവസാനം LY ചേർത്താൽ മതി. നമ്മളെ ഇഷ്ടപ്രകാരം അങ്ങനെ LY ചേർത്ത് നമുക്ക് ആഡ് വെർബ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. സായിപ്പ് എങ്ങനെയാണോ ആഡ് വെർബ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ രീതി തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. ബിക്കോസ് ഇംഗ്ലീഷ് നമ്മൾ തറവാട് ലാംഗ്വേജ് അല്ല, അവരെ തറവാട് ലാംഗ്വേജ് ആണ്. അതാണ് വ്യത്യാസം കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, ഫോളോ ചെയ്യുക. ഞാൻ അവസാനത്തെ ആ പാരഗ്രാഫ് വായിച്ച് അർത്ഥം പറയുന്നില്ല, ബിക്കോസ് ആ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞത്. നമുക്ക് നോർമലി അഡ്ജക്റ്റീവിൻ്റെയോ നൗണിൻ്റെയോ ഒക്കെ ശേഷം LY ചേർത്തുകൊണ്ട് നമുക്ക് ആഡ് വെർബ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ചേർക്കപ്പെടുന്ന LYയെ സഫിക്സ് LY എന്നാണ് പറയുക. ഏതൊരു വാക്കിൻ്റെയും അവസാനം ചേർക്കുന്ന അക്ഷരങ്ങളെ സഫിക്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ആഡ് വെർബ് എന്ന ആ ഒരു ചാപ്റ്ററിന് ഇവിടെ നമ്മൾ വിരാമം കുറിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചാപ്റ്റർ ആയിരുന്നു. അതേസമയം പഠിക്കാനും ഉണ്ട്. അത് മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് കാണണം. ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വേണം കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാത്ത കുട്ടികൾ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ നിർബന്ധിക്കുന്നില്ല. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങിയേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്നില്ല എങ്കിൽ പോലും ഈ ബുക്സ് തയ്യാറാക്കിയ ഒരാളെന്ന നിലക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഇത് കേവലം നിങ്ങൾക്കൊരു പ്രീ പ്രൈമറിയോ മോണ്ടിസോറിയോ അറബിക് TTCയോ പാസ്സാവാൻ വേണ്ടി അല്ലെങ്കിൽ ആ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി തയ്യാറാക്കിയ പുസ്തകമല്ല. ഇത് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ കഴിയുന്നൊരു പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ച, ഇതിലെ സ്കൂൾ മാനേജ്മെൻറ്റ് വായിച്ച ഒരു പ്രിൻസിപ്പാൾ തന്നെ എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയാണ്. സാറേ, ഇതിൽ നിങ്ങൾ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപിക അറിയേണ്ട, സ്കൂളിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, അതിൽ ഓരോ വിഭാഗങ്ങളെക്കുറിച്ച്, കുട്ടികളെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കേണ്ടത്, കുട്ടികളെ പാരൻസിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ നോക്കേണ്ടത്, പാരൻസിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ട്, എന്നാലോ പേജ് ആകെ ആ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് മാത്രം 30 പേജേ ഉള്ളൂ താനും. അത് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാവും തയ്യാറാക്കിയിട്ടുണ്ടാവുക എന്നുകൂടി സാറ് പറഞ്ഞു. സാറ് എൻ്റെ അടുത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ നമ്മുടെ ഡ്രസ്സിനും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഒരുപാട് പണം ചിലവഴിക്കുന്നവരാണ്. ഒരുപാട് പണം നമ്മളങ്ങനെ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിനും റെക്കോർഡ് ബുക്കിനും ID കാർഡിനൊക്കെ വേണ്ടി നമ്മൾ ഒരു വലിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കറിയില്ലേ, അവിടുത്തെ കുട്ടികൾക്ക് ബുക്കിന് വേണ്ടി 2000-3000 ഒക്കെയാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ കാരണം ബുക്കിൻ്റെ പേജുകൾ നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കും ക്വാളിറ്റി കൂട്ടി പ്രിൻ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല, കാരണം കോസ്റ്റ് വളരെ കൂടും. ഇവിടെ ബുക്ക് ഒരുപാട് കോപ്പി നമ്മൾ പ്രിൻ്റ് ചെയ്യാറില്ല. കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് 30-40 കോപ്പികൾ മാത്രമേ പ്രിൻ്റ് ചെയ്യാറുള്ളൂ ബുക്കുകൾ. അതുകൊണ്ടാണ് ബുക്ക് റേറ്റ് കുറച്ച് കൂടുന്നത്. അറിയാമല്ലോ, ബുക്കിൻ്റെ പ്രിൻറ്റിങ് എണ്ണം കൂടുന്തോറും എന്ത് ചെയ്യും, പെർ കോപ്പി റേറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരും പ്രസ്സിൽ, അല്ലേ? ഇപ്പോൾ 2000 കോപ്പി അടിക്കുമ്പോൾ നമുക്ക് റേറ്റ് പറ്റ കുറവാണ് ഈ കാര്യം. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. യെസ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബുക്കിന് വേണ്ടി നിങ്ങൾ അയക്കുന്ന ആ ഒരു ചാർജ് ഒരു വലിയ എമൗണ്ട് ആയിട്ട് കാണാതെ, നമ്മുടെ വസ്ത്രങ്ങൾക്കും മറ്റൊക്കെ വേണ്ടി നമ്മൾ ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് ഒരുപാട് പണം ചിലവഴിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യല്ല കേട്ടോ, പിന്നെ ഉപദേശിക്കുകയാണ്. പക്ഷേ അതിനേക്കാളും നല്ല കാര്യമായി എനിക്ക് പറയാൻ കഴിയും ഈ ബുക്ക് കയ്യിലുണ്ടായി. കാരണം നമ്മൾ ഈ ടീച്ചിങ് പ്രൊഫഷൻ നമ്മളെ കരിയറായിട്ട് തിരഞ്ഞെടുത്ത ആളുകളാണ്. കുളിക്കാൻ വേണ്ടി കുളത്ത് പോകുമ്പോൾ സോപ്പ് കയ്യിൽ വേണം,
അല്ലേ? സോപ്പ് വാങ്ങാൻ ഒരുപാട് പൈസ ആവുമെന്ന് കരുതിക്കാണ്ട് സോപ്പ് വാങ്ങാതിരിക്കുമ്പോൾ ആ കുളി ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ ഒന്ന് ഇനിയും വാങ്ങാത്തവർ നിങ്ങൾക്ക് എപ്പോൾ വേണേൽ ബുക്ക് വാങ്ങട്ടോ. കാരണം ഈ ബുക്ക് ഉണ്ടായിരിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഈ പേജ് പറയുമ്പോൾ തന്നെ ഞാൻ ബുക്ക് ഇല്ലാത്ത ഉദ്ദേശിച്ച് പറയേണ്ട ഇത്രയും കാര്യം പറയേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അല്ലെ, ചില ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, സാറേ ബുക്ക് വാങ്ങിക്കാൻ സാമ്പത്തികം അനുവദിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കൊരു പക്ഷേ നമ്മളെ ലൈഫ് നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുക. നമ്മൾ എത്ര കണ്ട് പണം നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ചിലവഴിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ബുക്കിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അത് അനാവശ്യമായി മാറൂല എന്ന് എനിക്ക് ഉറപ്പാണ്. മാത്രമല്ല ഈ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളെല്ലാ കുടുംബാംഗങ്ങൾക്കും ഓക്കെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാരണവരായിട്ടുള്ള ആബി സാറിനോട് നമ്മളെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്ന നിർബന്ധമല്ല, പക്ഷേ എങ്കിലും നിങ്ങൾ ബുക്ക് വാങ്ങുന്നതാണ് അഭികാമ്യം. കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത്രയും ബുദ്ധിമുട്ടി തയ്യാറാക്കിയ ബുക്കാണ് കേട്ടോ. ഞാൻ SP എൻ്റെ മൗലൂദ് പറയില്ല കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ട് 2 മാസത്തോളം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഫ്രീ ആക്കി ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ പൊസിഷനിൽ, ഇപ്പം ഇരിക്കുന്ന ഭാഗം എവിടെയാണോ അവിടെ ഇരുന്ന് രാവിലെ ഒരു 9:30 ഇരിക്കും, 12:30 വരെ ടൈം. അത് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിച്ച് പിന്നീട് പള്ളിയിലൊക്കെ പോയി നിസ്കാരം കഴിഞ്ഞ് വന്ന ശേഷം ഒരു 2:30 വീണ്ടും ഇരിക്കും 4:30 വരെ. പിന്നെ വൈകുന്നേരം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ പോകും. അങ്ങനെ ഭാഗം ടൈപ്പ് ചെയ്തുകൊണ്ട്, അത് കമ്പ്യൂട്ടർ ഷോപ്പാണ്, സുഹൃത്തും അധ്യാപകനാണ്, അദ്ദേഹം കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട് നിങ്ങളെ ഉദ്ദേശം മാത്രം, കാരണം ഈ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരുന്ന അധ്യാപകരെ ഉദ്ദേശിച്ച് തയ്യാറാക്കിയ പുസ്തകമാണ്. അപ്പോൾ കുറ്റമറ്റതാവണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നാലെ അത്രയും ചടഞ്ഞിരുന്നേക്കണം. മനസ്സിലായല്ലോ കേട്ടോ. ഇത് പറയുമ്പോൾ സാറ് ക്ലാസ് വന്ന ഉടനെ മൗലൂദ് പറലാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയരുത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് വാങ്ങണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചില ആൾക്കാർ കമൻറ്റ് പറയാറുണ്ട്. എല്ലാത്തിൻ്റെയും കമൻറ്റ് ആയിട്ട് ഒരു മുതിർന്ന ചേട്ടൻ പറയുന്ന പോലെയാണ് ഞാൻ മറുപടി പറഞ്ഞത് കേട്ടോ. ദാറ്റ്സ് ഓൾ ടൈം ബീയിങ്. അപ്പോൾ നമുക്ക് ഹോംവർക്ക് ഇന്ന് വേണ്ട കേട്ടോ. ഹോംവർക്കുകൾ ഇന്ന് ഇടുന്നില്ല, കുറച്ചും കൂടി ഭാഗങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ നന്നായിട്ട് ഉൾക്കൊള്ളുക, ശരിക്കും മനസ്സിലാക്കുക. ഇന്ന് ഞാൻ കൂടുതൽ എടുക്കുന്നില്ല, കാരണം നമ്മൾ ഈ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ നമ്മൾ കുറേശ്ശെ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ട്രെയിനീസിനും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല. എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളണം, മനസ്സിലായി? അങ്ങനെ വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ഇനി ലീവ് ചെയ്തോളൂ കേട്ടോ.